ഗെയിം ഡിസൈനർ ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് ഗെയിം ഡിസൈനേഴ്സിനുള്ളത്. ഗെയിം കോൺസെപ്റ്റ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്യണം. ഗെയിമിൻ്റെ തീം സ്റ്റൈലൊക്കെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓൾസോ സ്റ്റോറി ലൈൻ, സെറ്റിംഗ്, ക്യാരക്ടേഴ്സ്, ഇങ്ങനെ പ്ലെയേഴ്സിന് ഏത് രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് ലഭിക്കുക എന്നത് ഗെയിം ഡിസൈനേഴ്സിൻ്റെ കയ്യിലാണ് ഉണ്ടാവുക. എക്സാമ്പിളിന് ഗെയിം പോസ്റ്റ് അപ്പോക്ലിപ്റ്റിക് ആണോ, RPG ആണോ, ഫസ്റ്റ് പേഴ്സൺ ആണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഗെയിം ഡിസൈനേഴ്സാണ്. ഗെയിം മെക്കാനിക്സ് ഡിസൈൻ ചെയ്യണം. കളിക്കുന്നവർക്ക് ഒരു ചാലഞ്ചിങ്ങും ഇൻട്രസ്റ്റിങ്ങുമായിട്ടുള്ള എക്സ്പീരിയൻസ് ലഭിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. ഇത്രയും മാത്രമല്ലാതെ ഗെയിമിൻ്റെ കംപ്ലീറ്റ് പ്ലാൻ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ ഡെവലപ്പേഴ്സ് ആൻഡ് ആർട്ടിസ്റ്റുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ആർട്ടിസ്റ്റ്, പ്രോഗ്രാമേഴ്സ്, റൈറ്റേഴ്സ്, സൗണ്ട് ഡിസൈനേഴ്സ് എന്നിങ്ങനെ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ച് നമ്മുടെ മൈൻഡിലെ വിഷൻ പ്രാക്ടിക്കലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണം. ചില കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലുള്ളതുപോലെ പ്രാക്ടിക്കലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ പ്രോപ്പറായിട്ട് മറ്റുള്ള ടീം മെമ്പേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയിരിക്കണം. ഗെയിം ജേർണലിസ്റ്റ് ഓർ റിവ്യൂവർ ഈ പ്രൊഫഷണൽ വീഡിയോ ഗെയിംസ് ആൻഡ് ഈ ഗെയിമിംഗ് ഇൻഡസ്ട്രിയെക്കുറിച്ച് റിവ്യൂസ്, ആർട്ടിക്കിൾസ്, ന്യൂസൊക്കെ ജനങ്ങൾക്ക് നൽകി അപ്ഡേറ്റഡ് ആയിട്ട് വെക്കുന്നവർക്ക് വേണ്ടിയാണ്. ഒരു ഗെയിം കളിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിലെ ഗെയിം പ്ലേ മെക്കാനിസം, സ്റ്റോറി, സൗണ്ട് ഡിസൈൻ, ഗ്രാഫിക്സ് എന്നൊക്കെ നിരീക്ഷിച്ച് ആ ഗെയിമിലെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഗെയിമേഴ്സിനെ അറിയിക്കണം. ഗെയിംസ് കളിച്ച് അതിനെപ്പറ്റി മാത്രം നോക്കാതെ ഗെയിം ഡെവലപ്പേഴ്സ്, ഈ ഫീൽഡിലുള്ളവരെ ഇൻ്റർവ്യൂവും എടുക്കാം. ഗെയിമിംഗ് ഇവൻറ്റ്സിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് നൽകണം. ഈ ഫീൽഡിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നത് ഗെയിമിംഗ് ഇൻഡസ്ട്രിയെ പറ്റി നമ്മൾ ഡെയിലി അപ്ഡേറ്റഡ് ആയിരിക്കണം എന്നതാണ്. എന്നാലേ ജനങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റൂ.